ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ രണ്ടാം ഘട്ടം എറണാകുളം ജില്ലയിൽ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കും ആരംഭിക്കുകയാണ്. ഇതേപറ്റി നമ്മോട് സംസാരിക്കുന്നതിന് ശ്രീ ബെന്നി ബെഹനാൻ MP നമ്മോടൊപ്പമുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ജനസമ്പർക്ക പരിപാടികൾക്ക് പുതിയ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ വരുന്ന മുഴുവൻ ആളുകളെ മുഖ്യമന്ത്രിയെ കാണാനും അവരുടെ പരാതികൾ കേൾക്കാനും പറയുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിക്ക് കിട്ടുന്ന ജനകീയമായ പിന്തുണ, ഈ പരിപാടിയെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടാം ഘട്ട പരിപാടിയിലും എത്രമാത്രം ആളുകൾ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി വരുന്നത്. ഇതിൽ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയമില്ല. ഇതൊരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കൂടിയുണ്ട്. ഈ പരിപാടി ഇന്ന് തുടങ്ങുന്നത് സീറോ ലാൻഡ് പദ്ധതിക്ക് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയിൽ നിന്നും പട്ടയം ഏറ്റെടുക്കാൻ അവിടെ ആളുകൾ വന്നപ്പോൾ സോണിയാഗാന്ധി വെച്ച നിർദ്ദേശമുണ്ട്. അവർക്ക് സ്ഥലം മാത്രം കൊടുത്താൽ പോരാ, വീട് വെച്ച് കൊടുക്കുമോ എന്നൊരു ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് സീറോ ലാൻഡിൽ ഭൂമി ലഭിക്കുന്ന ശ്രീമതി സോണിയാഗാന്ധി പട്ടയം നൽകിയ മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുമെന്നതാണ്. അന്ന് പറഞ്ഞ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് സോണിയാഗാന്ധിയിൽ നിന്നും പട്ടയം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം അനുവദിച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു ഐലൻഡിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി പട്ടയം കിട്ടാത്ത 200 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 200 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന ഒരു വലിയ പരിപാടിയാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആ 200 കുടുംബങ്ങൾക്കുമുള്ള പട്ടയം ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്കിടെ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്. ഭൂമി ലഭിക്കാൻ വേണ്ടി, വീട് ലഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ രോഗികൾക്കും അശരണർക്കും ആശ്വാസം ലഭിക്കാൻ വേണ്ടി, അങ്ങനെ ഓരോ പരാതികളുമായി, ഓരോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുന്ന ആളുകൾ, കരുതൽ ലഭിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, സഹായം ലഭിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, ആശ്വാസം ലഭിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, ഇവരുടെ എല്ലാം പരാതികൾ കേട്ടുകൊണ്ടുള്ള ഒരു പരിഹാരമാർഗമാണ്. ബഹുജന സമ്പർക്ക പരിപാടിക്ക് ആഗോളതലത്തിൽ ലഭിച്ച അംഗീകാരത്തിൻ്റെ ആത്മവിശ്വാസം കൂടി ഈ രണ്ടാം ഘട്ട പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എൻ്റെ സംഘാടകർക്കുമുണ്ട്.